നമസ്കാരം. ചിങ്ങം പിറക്കാൻ പോവുകയാണ്. ഈ വരുന്ന 17-ാം തീയതിയാണ് ചിങ്ങമാസം 1-ാം തീയതി. നിരന്തരം ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒരുപാട് ദുഃഖങ്ങളും അനുഭവിച്ചിരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക്, അതായത് ഏകദേശം ഒരു 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മഹാഭാഗ്യവുമായിട്ടാണ് ഈ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവ്. വളരെയധികം നേട്ടങ്ങളുണ്ടാകും, ഭാഗ്യങ്ങൾ, ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയിക്കൊള്ളുക. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വരുന്ന ചിങ്ങമാസം, ചിങ്ങം 1-ാം തീയതി, അതായത് 17-ാം തീയതിയാണ് ചിങ്ങം പിറക്കുന്നത്. അന്നേ ദിനം മുതൽ ഒരു മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ ഈ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യേണ്ടതായ ഒരു പ്രധാന കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചിങ്ങം പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ മഹാഭാഗ്യവും നേട്ടവും നിങ്ങളുടെ കണ്ണീരൊക്കെ മാറാൻ പോകുന്നു. അങ്ങനെ 5 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഇടയായിട്ട് സാമ്പത്തികമായി ചെറിയ ഒരു മാറ്റമൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലേക്കൊരു മാറ്റം എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല. ചെറിയ മാറ്റങ്ങളാണ്. അപ്പോൾ അതിനെ മാറ്റമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടത്. ഒരു ഭാഗ്യത്തിൻ്റെ ഒരു കടന്നുവരവ് നിങ്ങൾക്ക് ഈ ഒരു ചിങ്ങത്തിന് മുന്നേ തന്നെ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ചിങ്ങമാസം, ഈ ചിങ്ങമാസം പിറക്കുന്നത് വളരെയധികം ഭാഗ്യവും നേട്ടവുമായിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ എടുത്തു പറയേണ്ടത് പൂർവികമായ ചില സ്വത്തുവകകളൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ ഒരു തർക്കത്തിലൊക്കെ പെട്ടുകിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ടതായ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സമയമാണ് പൊന്നിൻ ചിങ്ങമാസത്തോടു കൂടി തുടങ്ങുന്നത്. ദുരിതങ്ങളൊക്കെയും നീങ്ങുന്ന, ദുരിതങ്ങളിൽ നിന്നൊരു മോചനവുമായിട്ടാണ് ഈ പൊന്നോണക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കൂടാതെ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിലും ഈ 17-ാം തീയതിക്ക് ശേഷമുള്ള സമയം ബഹുക്ഷേമമായ സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഉദ്യോഗം കൂടി നിങ്ങൾക്ക് ഈ പൊന്നോണം അല്ലെങ്കിൽ ഈ ചിങ്ങമാസം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനും സാധ്യമാകുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധനഭാഗ്യവും നേട്ടവുമായിട്ടാണ് ഈ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവ്. പ്രശ്നങ്ങളൊക്കെയും മാറി പ്രശ്നങ്ങളിൽ നിന്നൊരു ആശ്വാസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ധനം നേട്ടമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അത് ലോണോ ചിട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടേണ്ടതായ ധനം തടസ്സപ്പെട്ട് നിൽക്കുന്നു, തടസ്സങ്ങളുടെ മേൽ തടസ്സങ്ങൾ എന്നൊരവസ്ഥ മാറി ധനത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകണമെങ്കിലും നല്ല ഒരു സമയം വന്നേ മതിയാകും. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ പ്രാർത്ഥന നടത്തിയിട്ടും ഒരു ഫലവുമില്ല എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെ ഫലവുമായിട്ടാണ് ഈ പൊന്നോണക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണം ധാരാളം കയ്യിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അന്ധരായി മാറാറുണ്ട്. വിനിയോഗിക്കേണ്ട രീതി മനസ്സിലാകാതെ പോവുകയും ദൂരത്തിലേക്ക് ചിലപ്പോൾ പോയി പിന്നീട് വ്യസനിക്കേണ്ട അവസ്ഥയും വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരുപാട് ദുഃഖിച്ചിട്ട് നമുക്ക് നല്ലൊരു ഭാഗ്യസമയം വരുമ്പോൾ ആ പണം, ഓരോ രൂപയും കൃത്യതയോടുകൂടി വിനിയോഗിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ഒരു ധനവരവാണ് ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് കാണുന്നത്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്രക്കാർക്കും അനുകൂലമായൊരു സമയമാണ് 17-ാം തീയതി മുതൽ, അതായത് ചിങ്ങമാസം മുതൽ തുടങ്ങാൻ പോകുന്നത്. ധാരാളം ധനം കയ്യിലേക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാകും, തൊഴിൽ ലബ്ധി ഉണ്ടാകും. തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കും ഈ 17-ാം തീയതി മുതൽ, അതായത് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഉത്തമ ജോലി നിങ്ങളെ വിളിച്ചു തരേണ്ട അവസ്ഥ വന്നു ചേരുമെന്ന്. അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ജോലി നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി മുഖേനയായാലും നിങ്ങളെ ഉദ്യോഗം വിളിച്ചു തരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യസമയമാണ്. ഒരുപാട് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെയും ഈ ചിങ്ങമാസത്തിൽ 17-ാം തീയതി മുതൽ നിങ്ങൾക്കും ലഭിച്ചു തുടങ്ങുന്നതാണ്. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി ധൈര്യസമേതം മുന്നോട്ട് പോയിക്കൊള്ളുക. അത്തം നക്ഷത്രക്കാരും ഒരുപാട് ദുഃഖങ്ങൾ, ആകെ ഒരു തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. അതിനൊരു മാറ്റവുമായിട്ടാണ് ഈ പൊന്നിൻ ചിങ്ങമാസം കടന്നു വരുന്നത്. ഉത്തമമായൊരു ജോലിയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവരും നിർത്താമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും. കാരണം ബിസിനസ്സിൽ അങ്ങോട്ട് ഡെവലപ്പ് ആകുന്നില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചില്ലയോ, ഇനി ഈ ചിങ്ങമാസം വരെ, അതായത് 17-ാം തീയതി വരെ ഒന്ന് ക്ഷമിക്കുക. ചിങ്ങം പിറക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെയധികം വിപുലമായ രീതിയിൽ ബിസിനസ് വിപുലീകരിക്കാനുള്ള ഭാഗ്യവുമായിട്ടാണ് ഈ പൊന്നിൻ ചിങ്ങമാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വളരെയധികം ഭാഗ്യം, വളരെ
വളരെയധികം നേട്ടം, കണ്ണീരൊപ്പുന്ന സന്തോഷകരമായ നിമിഷങ്ങളോടുകൂടിയാണ് ഈ പൊന്നിൻ ചിങ്ങമാസം 17-ാം തീയതി മുതൽ ചിങ്ങമാസം പിറക്കുന്നത്. രേവതി നക്ഷത്രക്കാർക്കും ചിങ്ങം 1 17-ാം തീയതി മുതൽ വളരെയധികം ഭാഗ്യം വന്നു ചേരും. ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ലോട്ടറി, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു വളരെയധികം ഭാഗ്യത്തിൻ്റെ കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പുതിയൊരു ഉദ്യോഗ ലബ്ധി കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നാളായി ജോലി കിട്ടാതെ വലയുന്നവരും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ അതിൽ നിന്ന് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ധനപരമായ നേട്ടമൊന്നും ഇല്ലാതിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്നൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരും രേവതി നക്ഷത്രക്കാരായ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു വളരെയധികം ഭാഗ്യവും മേന്മയും നേട്ടവുമായിട്ടാണ് 17-ാം തീയതി ചിങ്ങം 1 പിറക്കുന്നത്. വളരെയധികം ഭാഗ്യം, വളരെയധികം ഐശ്വര്യം, ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞ് ഭാഗ്യം, ഐശ്വര്യം, നേട്ടം ഇതൊക്കെ വന്നു ചേരുന്ന ഒരു പൊന്നോണക്കാലമാണ് 17-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 5 നക്ഷത്രക്കാരും ഈ ഭാഗ്യങ്ങൾ ഒരു കുറവുമുണ്ടാകാതെ നിങ്ങളിലേക്ക് എത്താൻ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ചെയ്യേണ്ടത് എത്രമാത്രം, കുടുംബക്ഷേത്ര ദർശനം. അതും വെറും കൈയോടെയല്ല, അവിടേക്ക് ഒരു വിളക്ക് സമർപ്പിക്കുക. അതും നിങ്ങളുടെ പേര് കൊത്തിയ വിളക്ക്, അതായത് പേരും നക്ഷത്രവും ഏതാണ് നിങ്ങളുടെ പേര് അതും അതിൽ കൊത്തിയിരിക്കണം. കൂടാതെ ഈ നക്ഷത്രവും അതിൽ ആലേഖനം ചെയ്തിരിക്കണം. ഈ വിളക്ക് സമർപ്പിക്കുക. അപ്പോൾ വിളക്ക് സമർപ്പിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ എണ്ണ, ചന്ദനത്തിരി, കർപ്പൂരം ഇതൊക്കെ ചേർത്ത് വേണം വിളക്ക് കത്തിക്കാൻ. ആ നടയിൽ വിളക്ക് സമർപ്പിക്കുക. ആ വിളക്ക് 5 തിരിയിട്ട് കത്തിക്കുക. നിറഞ്ഞ ദീപം കത്തിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുക. അതും ചിങ്ങം 1 17-ാം തീയതിയാണ് ചിങ്ങം 1 വരുന്നത്. ഇവർക്കും അറിയാം ചിങ്ങമാസം പിറക്കുമ്പോൾ രാവിലെ ചെയ്യാൻ സാധിച്ചാൽ അത്രയും ശുഭം. രാവിലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം വൈകുന്നേരമാണെങ്കിലും കുഴപ്പമില്ല. ആ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു വർഷക്കാലം നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി അമ്മ മഹാമായ നിങ്ങളുടെ കുടുംബവരദേവത തന്നെ തന്ന് രക്ഷിക്കും. അമ്മ നിങ്ങൾ കാണാൻ ചെല്ലുകയാണ് അമ്മേ. ആ ഒരു വർഷക്കാലം അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമേൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കിയാട്ടെ. അത് ഈ 5 നക്ഷത്രക്കാർക്കെന്നല്ല, ആർക്കും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ 5 നക്ഷത്രക്കാരനും നിങ്ങൾക്ക് ധാരാളം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവുമായിട്ടാണ് ഈ ചിങ്ങമാസം പിറക്കുന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴേ നിങ്ങൾക്ക് വിശ്വാസം വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. നിറഞ്ഞ ദീപം 5 തിരിയിട്ട് കത്തിക്കുന്നത് എന്താണ്? ഈ 5 തിരിയിട്ട് നിറഞ്ഞ ദീപം തെളിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും അത്രത്തോളം ഭാഗ്യം കൊണ്ടുവരണേ, അത്രത്തോളം നേട്ടം തരണേ അമ്മ മഹാമായി ദേവിയെ പ്രാർത്ഥിക്കുക. ഏത് കുടുംബദേവനാണോ ദേവിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ച് ഇതവിടെ സമർപ്പിക്കുക. അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ നനയ്ക്കുന്നു, എന്തൊക്കെ കൊതിക്കുന്നു അതൊക്കെയും അമ്മ മഹാമായ നിങ്ങളുടെ കൈപ്പിടിയിൽ തരും. നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്ന രീതിയിലല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ അമ്മയും അച്ഛനെയും നമ്മൾ കാണാൻ പോകുന്നില്ലേ, അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും വേണം. ഈ വിളക്ക് സമർപ്പിക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഭാഗ്യവും നേട്ടവും ആ മഹാമായ നിങ്ങൾക്ക് തരുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല.